എല്ലാവർക്കും നമസ്കാരം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള ബ്രഹ്മസമാജത്തെയും അതിൻ്റെ സ്ഥാപകൻ ആയിട്ടുള്ള രാജാറാം മോഹൻ റോയിയെ പറ്റി ഡീറ്റെയിലായി നോക്കാം. ഇന്ത്യൻ അനാചാരങ്ങൾക്കെതിരെ നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം സ്ഥാപിതമായ തീയതി 1828 ഓഗസ്റ്റ് മാസം 20. ബ്രഹ്മസമാജം സ്ഥാപിതമായത് 1828 ഓഗസ്റ്റ് 20-നാണ്. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യത്തെ പേര് ബ്രഹ്മസഭ എന്നാണ്. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യത്തെ പേര് ബ്രഹ്മസഭ. ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 1830 മുതലാണ്. 1830 മുതൽ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി. ബ്രഹ്മസമാജത്തിന്റെ പ്രസിദ്ധീകരണത്തിനും അതിന്റെ പ്രചാരണാർത്ഥം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി. ബംഗാളി പത്രമായിട്ടുള്ള സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ രാജാറാം മോഹൻ റോയ് തന്നെയാണ്. സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന് നേതൃത്വം വഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ദേവേന്ദ്രനാഥ് ടാഗോറും കേശബ് ചന്ദ്ര സെൻ. ദേവേന്ദ്രനാഥ് ടാഗോറും കേശബ് ചന്ദ്ര സെന്നും തുടങ്ങിയവരാണ് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ച വ്യക്തികൾ. ബ്രഹ്മസമാജത്തിന്റെ 2 പിരിവുകൾ ഏതൊക്കെ? ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം. ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നുമാണ് ബ്രഹ്മസമാജത്തിന്റെ 2 പിരിവുകൾ അറിയപ്പെടുന്നത്. ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞ വർഷം 1866 ആണ്. 1866 ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജെന്നും ഭാരതീയ ബ്രഹ്മസമാജെന്നും 2ആയിട്ട് പിരിഞ്ഞത്. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ദേവേന്ദ്രനാഥ് ടാഗോർ. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ദേവേന്ദ്രനാഥ ടാഗോർ. ബ്രഹ്മസമാജം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് പിളർന്നപ്പോൾ ദേവേന്ദ്രനാഥ് ടാഗോർ നേതൃത്വം കൊടുത്ത വിഭാഗം ആദി ബ്രഹ്മസമാജാണ്. തത്വബോധിനി സഭ എന്താണ്? റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു സംഘടനയാണ് തത്വബോധിനി സഭ. റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു സംഘടനയാണ് തത്വബോധിനി സഭ. ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ ആരംഭിച്ചത് എന്ന് 1839 ഒക്ടോബർ 6. 1839 ഒക്ടോബർ മാസം 6-ാം തീയതിയാണ് തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചത്. തത്വബോധിനി സഭയുടെ ആദ്യത്തെ പേര് എന്താണ്? തത്വരഞ്ജിനി സഭ. തത്വരഞ്ജിനി സഭ എന്നാണ് തത്വബോധിനി സഭയെ ആദ്യം അറിയപ്പെട്ടിരുന്നത്. തത്വബോധിനി സഭയുടെ മുഖപത്രം ഏതാണ്? തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രിക എന്നതാണ് തത്വബോധിനി സഭയുടെ മുഖപത്രം അറിയപ്പെടുന്നത്. തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ച വർഷം 1859. 1859 തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ചു. ബ്രഹ്മസമാജത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതിയാണ് ബ്രഹ്മധർമ്മ. ബ്രഹ്മസമാജത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതിയാണ് ബ്രഹ്മധർമ്മ. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മയാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായിട്ടുള്ള മകനാണ് രവീന്ദ്രനാഥ ടാഗോർ.
ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്ത മകൻ രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ലിയോണാർഡോ ഡാവിഞ്ചി എന്നും അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ലിയോണാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയും തത്വബോധിനി പത്രികയാണ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക തത്വബോധിനി പത്രിക. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് കേശബ് ചന്ദ്ര സെൻ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാരാണ്? കേശബ് ചന്ദ്ര സെൻ. കേശബ് ചന്ദ്ര സെൻ ഇന്ത്യൻ ബ്രഹ്മസമാജ് ആരംഭിച്ചത് 1866 കേശബ് ചന്ദ്ര സെൻ ഇന്ത്യൻ ബ്രഹ്മസമാജ് ആരംഭിച്ചത് 1866. ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന്റെ മറ്റൊരു പേര് ഭാരത വർഷീയ ബ്രഹ്മസമാജ്. ഭാരതവർഷീയ ബ്രഹ്മസമാജ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിനെ ആണ്. ഗുഡ്വിൽ ഫ്രട്ടാനിറ്റി എന്ന മതസംഘടന ആരംഭിച്ചത് കേശബ് ചന്ദ്ര സെൻ തന്നെയാണ്. ഗുഡ്വിൽ ഫ്രട്ടാനിറ്റി എന്ന മതസംഘടനയും കേശബ് ചന്ദ്ര സെൻ ആണ് ആരംഭിച്ചത്. ഹിന്ദുമതത്തിന്റെയും ക്രിസ്തുമതത്തിന്റെയും ഒരു സങ്കര ദർശനമായിട്ടുള്ള നവവിധാൻ അവതരിപ്പിച്ചത് കേശബ് ചന്ദ്ര സെൻ. ഹിന്ദുമതത്തിന്റെയും ക്രിസ്തുമതത്തിന്റെയും ഒരു സങ്കര ദർശകമായിട്ടുള്ള നവവിധാൻ ആരംഭിച്ചതും കേശബ് ചന്ദ്ര സെൻ. കേശബ് ചന്ദ്ര സെൻ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് 1870. കേശബ് ചന്ദ്ര സെൻ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ ആരംഭിച്ചത് 1870. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ടിരുന്നതും കേശബ് ചന്ദ്ര സെൻ ആണ്. ഇന്ത്യൻ റിഫോം അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് കേശബ് ചന്ദ്ര സെൻ. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം 1878. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചത് 1878. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദമോഹൻ ബോസ്, ശിവനാഥ് ശാസ്ത്രി എന്നിവരുമാണ്. ആനന്ദമോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രി എന്നിവരാണ് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ. ദേവസമാജം. ദേവസമാജം സ്ഥാപിച്ചത് കേശബ് ചന്ദ്ര സെന്നും ശ്രീധരലു നായിഡുവും ചേർന്നിട്ടാണ്. ദേവസമാജം സ്ഥാപിച്ചത് ആരൊക്കെയാണ്? കേശബ് ചന്ദ്ര സെന്നും ശ്രീധരലു നായിഡുവും. ദേവസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1864 മദ്രാസിൽ വെച്ചാണ്. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രി എന്ന വ്യക്തിയാണ്. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രി. ദേവസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1887. ദേവസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1887 ലാഹോറിൽ വെച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. വേദസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1864 മദ്രാസിലും ദേവസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1887 ലാഹോറിലാണ്. വേദസമാജം സ്ഥാപിച്ചത് കേശബ് ചന്ദ്ര സെന്നും ശ്രീധരലു നായിഡുവും. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രി. രണ്ടും വ്യത്യാസമുണ്ട്, കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. നമുക്കിനി പ്രധാനമായും രാജാറാം മോഹൻ റോയിയെ പറ്റി ഡീറ്റെയിൽ ആയി നോക്കാം. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം എന്നാണ്? 1772 രാജാറാം മോഹൻ റോയ് ജനിച്ചത്. രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലം എവിടെയാണ്? ബംഗാളിലെ രാധാനഗർ. ബംഗാളിലെ രാധാനഗറിൽ ജനിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയെ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് രാധാകാന്ത് ദേബ് ആരംഭിച്ച യാഥാസ്ഥിതിക സംഘടനയാണ് ധർമ്മസഭ. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് രാധാകാന്ത് ദേബ് ആരംഭിച്ച യാഥാസ്ഥിതിക സംഘടനയുടെ പേരെന്താണ്? ധർമ്മസഭ. ഇന്ത്യൻ സാമൂഹിക
മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നും ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രാജ് നാരായൺ ബോസ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ കൂടിയിട്ട് ഉള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ്. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ ഭരണാധികാരി, മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ ഷാ സെക്കൻഡ്. അക്ബർ ഷാ രണ്ടാമനാണ് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി. അക്ബർ ഷാ സെക്കൻഡ്, അക്ബർ ഷാ രണ്ടാമനാണ് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയത്. മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് രാജാറാം മോഹൻ റോയിയെ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത്. രാജാറാം മോഹൻ റോയ്ക്ക് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ആധുനിക ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസിക ബ്രാഹ്മണിക്കൽ മാഗസിൻ. ബ്രാഹ്മണിക്കൽ മാഗസിൻ 1821 രാജാറാം മോഹൻ റോയ് ആണ് ആരംഭിച്ചത്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച ഒരു മാസികയാണ്. വർഷം നോക്കി വെച്ചേക്കുക, 1821 രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത് ഉൽ അക്ബർ ആണ്. 1822 രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച ഒരു പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. വർഷം 1829. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. വർഷം നോക്കുക, 1829. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് എന്ന വ്യക്തിയാണ്. മോനിയർ വില്യംസ് എന്ന വ്യക്തിയാണ് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്.
കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആത്മീയ സഭ. വർഷം നോക്കുക, 1815 രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു സംഘടന ആത്മീയ സഭ എന്ന് അറിയപ്പെടുന്നു. ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചു. 1825 കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവും രാജാറാം മോഹൻ റോയ് ആണ്. 1825 കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയിയുടേതാണ്. കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് തന്നെയാണ്. സതി എന്ന സമ്പ്രദായത്തിന് എതിരെ നിയമം പാസാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവും രാജാറാം മോഹൻ റോയ് ആണ്. സതി എന്ന സമ്പ്രദായത്തിന് എതിരെ നിയമം പാസാക്കാനായിട്ട് വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായം നിർത്തലാക്കിയത് 1829 ഡിസംബർ 4. ഒരിക്കലും മറക്കല്. സതി സമ്പ്രദായം നിർത്തലാക്കിയത് എന്ന് 1829 ഡിസംബർ 4. 1829 ഡിസംബർ 4 സതി സമ്പ്രദായം നിർത്തലാക്കി. ഇന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായിട്ടുള്ള ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. വർഷം 1822 ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായിട്ടുള്ള ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിലാണ് ആരംഭിച്ചത്. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയതും രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ വന്ന തീയതി വർഷം 1830 ആണ്. ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ്. 1823 പത്രസ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിന് എതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. 1823 പത്രസ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിന് എതിരെ പോരാടിയ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ബ്രിട്ടീഷ് മിഷണറി ആയിരുന്ന വില്യം ആദത്തിനൊപ്പം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി. കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി രാജാറാം മോഹൻ റോയ് ആരോടൊപ്പം ആരംഭിച്ചു? ബ്രിട്ടീഷ് മിഷണറി ആയിരുന്ന വില്യം ആദത്തിനോടൊപ്പമാണ് രാജാറാം മോഹൻ റോയ് ചേർന്ന് കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി 1823 സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ബജ്ര സൂചി എന്നതാണ്. ബജ്ര സൂചി എന്ന നാടകമാണ് രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ബജ്ര സൂചി. ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതും രാജാറാം മോഹൻ റോയ് ആണ്. ഭഗവത്ഗീതയും അതിൻ്റെ ഉപനിഷത്തുകളും ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. 1833 സെപ്റ്റംബർ മാസം 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ അന്ത്യം 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. തുഫത്ത് ഉൽ മുവാഹിദീൻ, അതായത് ഗിഫ്റ്റ് ടു മോണോതീസിസ് എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്നതാണ് അതിൻ്റെ മലയാളം. 1805 പുറത്തിറക്കി.
1805 പുറത്തിറങ്ങിയ തുഫത്തുൽ മുവാഹിദീൻ, അതായത് ഗിഫ്റ്റ് ടു മോണോതീസിസ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം, 1805 പുറത്തിറക്കിയത് രാജാറാം മോഹൻ റോയി ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതികളിൽ ഒന്നതാണ് തുഫത്തുൽ മുവാഹിദീൻ. അതേപോലെ തന്നെ ജീസസിന്റെ കൽപ്പനകൾ, പ്രസെപ്റ്റ്സ് ഓഫ് ജീസസ്, അത് 1820 രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന കൃതിയാണ്. ജീസസിന്റെ കൽപ്പനകൾ, പ്രസെപ്റ്റ്സ് ഓഫ് ജീസസ്. വർഷം നോക്കുക, 1820 രാജാറാം മോഹൻ റോയ് ആണ് പുറത്തിറക്കിയത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി രാജാറാം മോഹൻ റോയെ പറ്റി ഏകദേശം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ ബ്രഹ്മസമാജത്തെ പറ്റി നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് എല്ലാം നോക്കിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതേപോലുള്ള ടോപ്പിക് വൈസ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും മറ്റ് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുമൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ഞാൻ ഇടുന്ന PSC റിലേറ്റഡ് കണ്ടന്റ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ആ ടോപ്പിക്സ് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.